guys, welcome back to my YouTube channel Daily Diaries. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം രാവിലെ ഇപ്പോൾ ഒരു 7:30 അപ്പോൾ നിങ്ങൾക്ക് രാവിലെ തന്നെ എടുത്തേക്കാണല്ലേ. ഇന്ന് പിങ്ക് സ്കാനാണ്. അപ്പോൾ ഞാനങ്ങനെ സെക്കൻഡ് പ്രഗ്നൻസി റിവീലായിട്ട് അങ്ങനെ വലിയ ചെയ്തിട്ടൊന്നും. ഇപ്പോൾ ലാസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഏകദേശം അറിയാതെ വിചാരിക്കുന്നു. ഫസ്റ്റ് ട്രൈമസ്റ്റർ കംപ്ലീറ്റ് ആവാൻ പോകുന്നു, അതിൻ്റെ സ്കാനിങ്. സോ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. പിന്നെന്താ, രാവിലെ പോകണം. അവിടെ നമ്മളിപ്പോൾ കാണിക്കുന്നത് പയ്യന്നൂർ ഗവൺമെൻറ് ആശുപത്രിയാണ്, പ്രേമൻ ഡോക്ടർ. അപ്പോൾ അവിടെ ആകുമ്പോൾ സ്കാനിങ്ങിന് ഓരോ ദിവസങ്ങളാണ്. പക്ഷെ നമ്മൾക്ക് പോയാൽ ഡോക്ടർ എഴുതി തന്നാൽ നമുക്ക് പുറത്തുനിന്നായാലും സ്കാനിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് മൺഡേ ആണ് ഇന്ന് പോകുന്നത് രാവിലെ തന്നെ. അപ്പോൾ നമുക്ക് പോയി കാണാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണില്ല. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പിന്നെ എപ്പോഴും വീഡിയോസ് ഇടുന്നതല്ലേ, ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇല്ലല്ലോ. സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടത്, വീഡിയോസ് എടുക്കേണ്ട ഒരു മൂഡിലൊന്നല്ല. കഴിഞ്ഞ പ്രഗ്നൻസിയും ഇപ്പോഴത്തെ പ്രഗ്നൻസിയും ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. ഞാൻ അത് വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യാം, അതിൽ പറഞ്ഞാൽ തീരുമില്ല, അത്രയും ഭയങ്കരമാണ് ഇപ്രാവശ്യം ഉണ്ടായത്. അപ്പം ഈ ഒരു 3rd മന്ത് ഇപ്പം കുറച്ച് കുറവുണ്ട്, വൊമിറ്റിംഗ് ആയാലും. പക്ഷെ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ഞാനധികം പറയാറില്ലേ, മൈഗ്രെയിനൊക്കെ ഇഷ്യൂ. അതുകൊണ്ടൊക്കെ എനിക്ക് ഇപ്പോൾ ഓൾറെഡി സ്ട്രെസ്സ് കാര്യങ്ങളാണ്. പിന്നെ ഒന്നാമത്തേൽ ആകുമ്പോൾ കാശി ഉണ്ടായിട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെ പ്രശ്നം ഉണ്ടായില്ല. ഇപ്പം അതിൻ്റെതുമായി. ഓനോട് സ്കൂളിൽ പോകുമ്പോൾ ഓനോട് കളിക്കണം. അപ്പോൾ അതെല്ലാം കൂടി ഭയങ്കര ടയേർഡാണ്. ഇപ്പം വൊമിറ്റിങ്ങും കൂടി ആകുമ്പോൾ അത് അനുഭവിച്ചവർക്കറിയാം, ഭയങ്കരമാണ്. ട്രിപ്പ് ഇടേണ്ടൊക്കെ ആവശ്യം വരലുണ്ട്. ഓരോ മൈഗ്രെയിൻ ഇഷ്യൂ ഉണ്ടാവുന്ന, ഹെഡ് ഏക്കൊക്കെ വന്ന് അങ്ങനെ ഇഷ്യൂസ് ആയിരുന്നു. സോ അതൊക്കെ കൊണ്ടാണ് ഞാനിപ്പോൾ അധികം വീഡിയോസ്, നമ്മുടെ ഹെൽത്താണല്ലോ പ്രധാനം, എനിക്ക് മതിയുള്ള ബ്ലോഗ്, അതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ ഒരുപാട് ആളുകളുടെ ഡൗട്ടാണ്, ഇപ്പോൾ കാണാത്തോണ്ട് ചോദിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് തന്നെ. അപ്പോൾ വീഡിയോസ് കാണുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു, പോയിട്ട് കാണാം. എന്തായാലും നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ രാവിലെ പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ചിലപ്പോൾ രാവിലെ തന്നെ ടോക്കൺ കിട്ടി കഴിഞ്ഞാൽ. ഇപ്പം എന്ന് പറയുമ്പോൾ ശരിക്കും സ്കാനിങ് 2 ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ 2 സ്കാനിങ് ഉണ്ട് ഇപ്പം ചെയ്യുന്നുണ്ട്. കാരണം ഫസ്റ്റ് ഇപ്പോൾ നമ്മളെ ട്യൂബ് പ്രഗ്നൻസി ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് അബോർഷൻ സാധ്യതകളും അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ഹാർട്ട് ബീറ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞ ഉടനെ സ്കാനിങ് ഒരു 12 വീക്സ് ഒക്കെ ആവും. എത്രയപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ 4 വീക്സ് കഴിഞ്ഞ് നമ്മളാദ്യം ഒരു സ്കാനിങ് ചെയ്യുന്നുണ്ടല്ലോ, 1.5 മാസം കഴിഞ്ഞാൽ 4 to 6 വീക്സ് ആ ഒരു ടൈമിൽ പോയിട്ട്. അപ്പോൾ അതല്ല, ഇത് ഫസ്റ്റ് സ്കാനിങ് യഥാർത്ഥത്തിൽ NP സ്കാനിങ് എന്ന് പറയും. ഇത് കഴിഞ്ഞാലാണ് 5th മന്ത് സ്കാനിങ്. അപ്പോൾ സ്കാനിങ്ങിന് പുറത്തേക്ക് ഡോക്ടർ എഴുതരും. അപ്പോൾ അതിനും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് എന്തായാലും ആഫ്റ്റർനൂൺ കഴിയും. കാരണം രാവിലെ പോയാൽ തന്നെ ഭയങ്കര തിരക്കാണ് അത്യാവശ്യം. അപ്പം നമുക്കിപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡോക്ടർ ക്ലിനിക്കിലേക്കാണ് പോകേണ്ടത്. ഡോക്ടർ അവിടെ നോക്കുമ്പോഴത്തേക്ക് 10 മണിയാവും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് സ്കാനിങ്ങിന് സീൽ കിട്ടിയാൽ നമുക്ക് പുറത്തുനിന്ന് ചെയ്തിട്ട് വേണമെങ്കിൽ റിപ്പോർട്ട് കാണിക്കാറുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് രാവിലെ തന്നെ ഡോക്ടർ ക്ലിനിക്കിലേക്ക് പോയിട്ട് കാണിച്ചിട്ട് സ്കാനിങ്ങും കഴിഞ്ഞിട്ട് വേണം ഡോക്ടറെ കാണിക്കാൻ. ഓക്കെ, ക്ലിനിക്കിലിരിക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ ഒരു കുഞ്ഞുണ്ടായത്. കോമഡി എന്നെല്ലാം പറഞ്ഞാൽ കാണിച്ചാലേ ഓഹിൽ AI കേട്ടോ സംസാരിക്കുന്ന, വേറെ ആരോടല്ലോ AI. അയ്യോ, കോമഡി എന്നെല്ലാം പറഞ്ഞാൽ മോൻ്റെ പേരെന്താ? വിരാടല്ലേ? ഇത് നല്ല കുട്ടിയാണോ?
എൻ്റെ പേരാണ് വിരാട് എന്ന് പറ. വീഡിയോത്തോട് വിളിക്കാൻ ഒന്ന് മാറ്റി പിടിക്കോ? ഒന്ന് മാറ്റി പിടിക്കോ? ഒന്ന് മാറ്റി പിടിക്കാനാ പറഞ്ഞത്. അല്ല വിരാട്ടോളിനെ കുറിച്ച് പറയാനല്ല. ഇനി നമുക്ക് ഡോക്ടർ കാണിച്ചു കഴിഞ്ഞു. ഇനി സീല് കിട്ടണം. സീലിന് വേണ്ടിയിട്ട് ഡോക്ടർ ഇനി നമുക്ക് ഒ പിയിൽ ഇരിക്കണം. മുകളിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ കയറി നിൽക്കണം. അവിടെ നിന്ന് ഒ പി കാണിച്ചിട്ട് വേണം സീല് കിട്ടിയിട്ട് വേണം നമുക്ക് സ്കാനിങ്ങിന് പോകാൻ. ഡോക്ടറെ കാണിക്കുന്നൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ റൂൾസ് ഉണ്ട്. മൊബൈൽ ഫോൺ അലൗഡ് അല്ല ഉള്ളിലൊന്നും. സോ വെയിറ്റ്. കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് നേരെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോകണം. ഐഷാനി തൈനേരിയുള്ള ഐഷാനിയിലാണ് പോകേണ്ടത്. അവിടത്തേക്കാണ് നേരി തന്നിട്ടില്ല ഡോക്ടർ. സോ നമുക്ക് ഐഷാനിയിൽ പോയിട്ട് സ്കാനിങ്ങിന് വെയിറ്റ് ചെയ്യണം. സത്യം പറഞ്ഞാൽ സ്കാനിങ്ങിന് പോകുന്നതിൽ ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് എത്രയോ ലിറ്റർ വെള്ളം കുടിപ്പിക്കും. ലിറ്റർ നല്ല കണക്കില്ല, ഞാനൊരു കുപ്പി വെള്ളം കുടിക്കൽ. അപ്പോൾ അവിടെ ഇങ്ങനെ സ്റ്റോക്കായിട്ടുണ്ടാകും വെള്ളം, എടുത്ത് കുടിക്കണം. പക്ഷെ നമ്മളത് വാങ്ങി നമ്മൾ പുറത്തുനിന്ന് മിനറൽ വാട്ടർ വാങ്ങിയിട്ടാണ് കേട്ടോ കുടിക്കൽ. അടിയിൽ എടുക്കില്ല, നമുക്കറിയില്ലല്ലോ വെള്ളം നല്ലതാണെന്നൊന്നും. സോ നമ്മൾ വാങ്ങിയിട്ട് കുടിക്കും. ഒന്നുമില്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുടിക്കും. ഒരു കുപ്പി ബോട്ടിൽ ഏകദേശം തീർക്കണം. തെറ്റും. ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം കുടിച്ച് തീർക്കലാണ്. കാരണം വെച്ചാൽ എനിക്കത് വൊമിറ്റിംഗ് പ്രശ്നം ഉണ്ടായതുകൊണ്ട് വെള്ളം കുടിച്ച് എത്ര നേരം നമ്മൾ വയറ്റിൽ നിൽക്കുമെന്ന് അറിയില്ല. എനിക്ക് അപ്പം തന്നെ പുറത്തേക്ക് പോകുന്ന ഒരു പ്രശ്നം. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കുടിച്ച് എല്ലാം ഛർദ്ദിച്ചിരുന്നു. പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സ്കാനിങ് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനി വരുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വരാൻ നോക്കാം കേട്ടോ. ഡോക്ടർ ക്ലിനിക്കിൽ നിന്ന് കണ്ടിട്ട് സ്കാനിങ്ങിന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഐഷാനിലെല്ലാം രാവിലെ ഒരു 11 മണിക്ക് ശേഷമാണ് ഭയങ്കര തിരക്ക്. അപ്പോൾ രാവിലെ ഒരു 9:30 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പോയാൽ തിരക്കില്ലാതെ തന്നെ സ്കാനിങ് ചെയ്തിട്ട് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്കാനിങ്ങിൻ്റെതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവിടെ അങ്ങനെ ഉണ്ട്, എല്ലായിടത്തും റൂൾസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. സോ സ്കാനിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ റിസൾട്ട് വാങ്ങിയിട്ട് പോകണം. ഇവിടെ കുറേ പ്രൊസീജിയർ ഉണ്ട്. നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അവർ ഇപ്പം പുറത്തുനിന്നാണ് സ്കാനിങ് എങ്ങനെ ഡോക്ടർ സീല് തന്നിട്ടുണ്ടെങ്കിൽ സൈനും സീൽ നമുക്ക് പുറത്തുനിന്ന് ചെയ്യാം, ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാം. ഗവൺമെൻറ് അതിൻ്റെ ഫീസ് കാര്യങ്ങൾ അടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മുടെ സിഗ്നേച്ചറും നമ്മുടെ LMP, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രൊസീജിയറാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് തരും. നമുക്ക് നേരെ ഡോക്ടറെ കൊണ്ട് കാണിക്കാം. അതിന് മാത്രമല്ല അതിനൊരു ഡബിൾ മാർക്ക് ടെസ്റ്റ് കൂടി ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ അതിനൂടെ പോകണം. അപ്പം വേറെ ഹോസ്പിറ്റലിലേക്കാണ് ഡോക്ടർ എഴുതി തന്നിട്ടുള്ളത്. അപ്പം അത് കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇല്ലപോലെ ഒരു ആകാംക്ഷയാണ് നമ്മൾക്കും. അതെന്താ ഡോക്ടറെ കാണിക്കുന്നതിൽ സ്കാനിങ് റിപ്പോർട്ട് ഇട്ട് നമ്മളൊന്നത് കവർ ഒന്നഴിച്ചിട്ട് നോക്കും. എന്തായാലും പ്രകാശേട്ടൻ അയക്കാമെന്ന് പറഞ്ഞിട്ട് പ്രകാശേട്ടൻ വേഗം എന്നാൽ നോക്കട്ടെ പറഞ്ഞിട്ട് അയക്കുകയെന്ന് കേട്ടോ. അപ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. സ്കാനിങ്ങിന് ഇനിയിപ്പോൾ ഡബിൾ മാർക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ട് കൂടെ കിട്ടാനുണ്ട്. അതിവിടെ കഴിച്ചിട്ട് കാണിക്കണം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ നേരെ ഇനിയിപ്പോൾ ഡബിൾ മാർക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി 2-3 ദിവസം എടുക്കും. ഇനി അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഇനി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഇന്ന് പോയിട്ട് നമുക്ക് ഒരു കുത്തിവെപ്പ് എടുക്കാനുണ്ട്, TD വാക്സിൻ. ഞാൻ അത് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ ഇനി എടുക്കണം. അവിടെ നിന്ന് എടുത്തിട്ട് അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ എല്ലാം കുറേയൊന്നും ഭാഗം കവർ ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു അല്ലറ ചില്ലറ ഓടേണ്ടി വന്നു. സോ അത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ കാണാം. ടാറ്റാ.